നമസ്കാരം, എല്ലാവർക്കും യു വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഉദയംപേരൂരിൽ നിന്നും തൃപ്പൂണിത്തുറ പോകുന്ന വഴിക്ക് കണ്ണംകുളങ്കര ജംഗ്ഷനിൽ മിനി ബൈപ്പാസിലേക്ക് തിരിയുന്നവിടെ ഒരു വർഷങ്ങളായി ഒരു വലിയൊരു കെട്ടിട സമുച്ചയം അവിടെ പണിതിട്ടുണ്ട്. അത് ടി കെ രാമകൃഷ്ണൻ മുനിസിപ്പൽ മോൾ എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. പേര് ഇട്ടിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പണിതിട്ട വലിയ ഒരു കെട്ടിട സമുച്ചയമാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലെ ന്യൂക്ലിയസ് മോളിനെയും അതുപോലെ തന്നെ അബ്ബാദ് മോളിനെയൊക്കെ വിളിക്കുന്ന തരത്തിലേക്കുള്ള വലിയൊരു കെട്ടിട സമുച്ചയം. പക്ഷെ ആ കെട്ടിടത്തിന്റെ പോരായ്മകൾ അത് എന്തുകൊണ്ട് തുറക്കുന്നില്ല, അത് പൊതുജനങ്ങളുടെ കാശിട്ട് പണിതിട്ട് ആ കെട്ടിടം ഇത് തുറക്കാത്തത് എന്താണ് എന്നതല്ല ഈ വാർത്തയുടെ പ്രാധാന്യം. ആ കെട്ടിടത്തിന്റെ മുന്നിൽ വലിയ രീതിയിലേക്ക് ഈ ടൈല് വിരിച്ചിട്ടുണ്ട്, കൽടൈലുകൾ. അപ്പോൾ സ്വാഭാവികമായി ആ ജംഗ്ഷനിൽ തിരക്ക് വരുമ്പോൾ കുട്ടികളും അതുപോലെ വഴിയാത്രക്കാരും എല്ലാം ആ മോളിന്റെ ആ കൽഭിത്തിയിലൂടെയാണ് നടന്നു പോകുന്നത്. അതിപ്പോൾ ഓപ്പണായിട്ട് നടക്കുകയാണ്, വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം കുറെ തുറന്നിട്ട സ്ലാബുകളുണ്ട്, ചെറിയ ചതുരത്തിലുള്ള സ്ലാബുകളുണ്ട്, അത്യാവശ്യം ആഴമുള്ളതാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവർ രാവിലെ സ്കൂളിൽ പോകുന്ന വഴിക്ക്, അയാൾ പോണ വഴിക്ക് വണ്ടി എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോകുമ്പോൾ അവിടെ മഴ വരികയും ആ മോളിന്റെ സൈഡിൽ കൂടി നടന്നു പോയപ്പോൾ ആ മോളിന്റെ ഫ്രണ്ടിൽ ആ കുഴിയിൽ അദ്ദേഹത്തിന് കാല് കുരുങ്ങുകയുണ്ടായി. അദ്ദേഹത്തിന് മാത്രമല്ല, പല കുട്ടികളും രാവിലെ ആ വഴിക്ക് ഓടി വരുന്നതാണ്. പലരും ആ കുഴിയിൽ വീഴുന്നുണ്ട്. കാരണം വെള്ളം കൊണ്ട് ആ സ്ലാബ് നിറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. ഒന്നും രണ്ടുമല്ല, 5ഓളം കുഴികളുണ്ട് അവിടെ. ശരിക്കും എന്താ ശരിക്കും സംഭവിച്ചത്? രാവിലെ ഒരു 6:20 ആയപ്പോഴത്തേക്കും ഞാനവിടെ ബസ് ഇറങ്ങിയിട്ടാണ് ഇവിടെ കണ്ണംകുളങ്കര ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ മാളിന്റെ കട്ട ഇട്ടേക്കണ വഴി അതിൽ കൂടി തന്നെയാണ് നടന്നു പോകുന്നത്. അന്ന് തിങ്കളാഴ്ച രാവിലെ നല്ല മഴയായിരുന്നു, വെള്ളം കെട്ടിക്കിടക്കണമായിരുന്നു. ഞാനിപോലെ സാധാരണ നടന്നു പോണ പോലെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഭൂമിക്കടിയിലോട്ട് പോണ പോലെ പെട്ടെന്ന് കുഴിയിലേക്ക് പോയി. ചെറിയ കുഴിയായതാണ് അറിഞ്ഞില്ല അല്ലേ? ഇല്ല, വെള്ളം കെട്ടിക്കിടക്കില്ല, നമ്മൾ അറിയണില്ല, മൊത്തം വെള്ളമല്ലോ. അല്ല, ഇതിപ്പോ അങ്ങോട്ട് വിളിച്ചായിരുന്നു, മുനിസിപ്പാലിറ്റിക്ക് വിളിച്ചായിരുന്നു. അവര് മെമ്പർ മറ്റേ കൗൺസിലറൊക്കെ വിളിക്കാന്ന് പറഞ്ഞു. വിളിച്ചിട്ട് അവര് പറഞ്ഞത് ഇങ്ങനെ അത് ഇട്ടിരുന്നാണ്, അതിനകത്ത് ഇതില്ലെന്നുള്ളതാണ്. അവരാരുടെയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അവര് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് കാലിന്റെ അവസ്ഥ? എങ്ങനെ ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്? ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ആണല്ലേ? കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ വ്യാഴാഴ്ച ഇത്രയും ദിവസം ജോലി പോയി അല്ലേ? ആ കുഴിയിൽ വീണ പോയി. പിന്നെ ഡെയിലി ഡ്രസ് ചെയ്യണം. ആ കുഴി ഭയങ്കര അപകടമാണല്ലേ? പറഞ്ഞ കാര്യമില്ല. അത് എത്ര പേരാ വീണത്? പിള്ളേർ എത്ര പേര് വീണ് വന്നത്? അവര് കാല് തൊലിയെ പോയിട്ട് ഒരുപാട് പേര് പിള്ളേർ ഡ്രൈവർ പോലെ വീണതാ. ഈ ചെറിയ കുഴി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാല് അല്ലേ? ശ്രദ്ധിക്കില്ല. അതുകൊണ്ടേ ചിലപ്പോ രാവിലെ 5:05 വന്ന് വണ്ടി എടുക്കുന്നവരുണ്ട്. 5:30 മണിയാവും. ശ്രദ്ധിക്കില്ല. വെള്ളം നിറഞ്ഞ അവിടെ കെട്ടിക്കിടക്കുമല്ലേ? അറിയില്ല. കേട്ടെ. അപ്പോ ഇത് അടക്കുവാൻ വേണ്ടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവണം. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു മോൾ അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് ചുറ്റി അടച്ചിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ആളുകൾ പ്രവേശിക്കാത്ത രീതിയിലേക്ക് ആ സൈഡിലെ ആ റോഡിന്റെ സൈഡിൽ നിന്ന് അകത്തേക്ക് കയറാത്ത രീതിയിലേക്ക് അത് ഷീറ്റുകൾ കൊണ്ട് അടച്ചിടുകയോ ആ മോളിന്റെ സൈഡിലൂടെ ആളുകൾക്ക് നടക്കാൻ പാടില്ല എന്നുള്ള ബോർഡ് വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഇങ്ങനെ അപകടകരമായ ഒരു അവസ്ഥയും കൂടി സൃഷ്ടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ ഇത്രയും വലിയ കെട്ടിട സമുച്ചയം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് കീഴിൽ കിടന്നിട്ട് ആ സ്ലാബെങ്കിലും അടച്ച് സാധാരണക്കാരെ വഴിയാത്രക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടല് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് യു വാർത്ത അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.